നമസ്കാരം, ഡോക്ടർ രാജശ്രീ സായി തോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സുസ്വാഗതം. ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചു പോകുന്നു, ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ ഇവിടെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് പല രോഗാവസ്ഥകൾക്കും ആയുർവേദ ചികിത്സയെ ആശ്രയിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് സംശയിച്ചാണ് ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ അങ്ങനെ തന്നെ വന്ന് ചോദിക്കാറുമുണ്ട്. ചിലർ അവ ഉപയോഗിക്കാൻ മടി കാണിക്കുന്നു. മറ്റു ചിലർ ഇത്തരം വ്യാജ പ്രചരണങ്ങളൊക്കെ വിശ്വസിച്ച് തൻ്റെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഇത്തരം ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആയുർവേദം അനുഭവസിദ്ധമായ ഒരു ശാസ്ത്രമാണ്. ഗ്രന്ഥങ്ങളിൽ പറയുന്ന മരുന്നുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ്. അതിനെയൊക്കെ ഇപ്പോൾ ചില ന്യൂജൻസ് എന്ന് പറയുന്ന ആളുകൾ വന്ന് തെറ്റാണെന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ മാറിപ്പോകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റാനായി ആളുകൾക്ക് ആയുർവേദ മരുന്നുകളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന ചിന്തയിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമുക്ക് ആയുർവേദ ചികിത്സയിലെ ഒരു പ്രധാന ഫോർമുലേഷനായ കഷായത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പലതരം രോഗാവസ്ഥകളുമായി ആളുകൾ ചികിത്സയ്ക്ക് വരുമ്പോൾ പലപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ്, കഷായം വേണ്ടാട്ടോ ഡോക്ടറെ എന്ന്. അരിഷ്ടവും ഗുളികയാണെങ്കിൽ ആൾക്കാർക്ക് പ്രശ്നമില്ല. കഷായത്തിൻ്റെ രുചി കയ്പാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ എല്ലാവർക്കുമുണ്ട്. ഇത്തരക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ പറയുന്ന കഷായം സസ്യ ഔഷധങ്ങളുടെ ഏറ്റവും വീര്യവത്തായ ഒരു ഫോർമുലേഷനാണ്. ഇതിൽ പച്ചയായും ഉണങ്ങിയുമിരിക്കുന്ന നിശ്ചിത അളവിലുള്ള മരുന്നുകൾ നിശ്ചിത അളവ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നിശ്ചിത അളവിൽ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മരുന്നുകൾ ശേഖരിച്ച് അത് നമുക്ക് ഫ്രഷായി ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ശാസ്ത്രീയമായ രീതിയിൽ കഷായം എങ്ങനെ നമുക്ക് വീട്ടിൽ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കഷായ മരുന്നുകൾ ശേഖരിച്ച് അത് നമുക്ക് ഫ്രഷായി തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കാമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഇത്തരം മരുന്നുകൾ കൃത്യമായ അളവിൽ കൊത്തി നുറുക്കി പൊതിയാക്കി തരുന്ന വൈദ്യശാലകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് അത്തരത്തിലൊരു വൈദ്യശാല. ഉണങ്ങിയ മരുന്നുകൾ അവർ ഇതുപോലെ പെട്ടികളിലും ഡബ്ബകളിലുമൊക്കെ ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നു. പച്ചയായ മരുന്നുകൾ അപ്പോൾ കൊത്തി നുറുക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. ചതച്ചു ചേർക്കേണ്ടത് അങ്ങനെ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നു. ഇങ്ങനെയുള്ള മരുന്നിൻ്റെ കൂട്ട് ഒരു നിശ്ചിത അളവിൽ പൊതികളാക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ അതാത് ദിവസത്തേക്ക് വേണ്ട പൊതി അഴിച്ച് നല്ലതുപോലെ മരുന്ന് കഴുകിയ ശേഷം നിശ്ചിത അളവിൽ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചെടുക്കുന്നു. ഇത് ഒരു നിശ്ചിത അളവ് വരെ തിളപ്പിച്ചു വറ്റിക്കുകയാണ് ചെയ്യുന്നത്. ആ വറ്റിക്കേണ്ട അളവ് കൃത്യമായി കഴിഞ്ഞാൽ കഷായത്തെ നമ്മൾ അരിച്ചെടുക്കുന്നു. ആ ലിക്വിഡ് പോർഷൻ മാത്രമായിട്ട് അരിച്ചെടുത്ത് അതിനെ ഒന്നുകൂടി കുറുക്കിയിട്ടാണ് കറക്റ്റ് ഡോസിലേക്ക് എത്തിക്കുന്നത്. ഈ കഷായത്തിന് വെറും 1 ദിവസം മാത്രമാണ് ഷെൽഫ് ലൈഫുള്ളൂ. കൂടുതൽ ദിവസം വെച്ചാൽ അത് കേടുവന്നു പോകും. മാക്സിമം 3 ദിവസത്തേക്ക് വരെ കൂടിയ അളവിൽ കഷായം നിർമ്മിക്കാറുണ്ട്. പക്ഷേ അന്നന്ന് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ കഷായം ഉണ്ടാക്കാൻ മൺപാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടാത്ത പക്ഷം മറ്റു തരം പാത്രങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന കഷായത്തിന് റെഡിമെയ്ഡായി മാർക്കറ്റിൽ കിട്ടുന്ന കഷായങ്ങളെക്കാൾ ഒരു 10 ഇരട്ടി ഗുണം കൂടും. സങ്കീർണമായ രോഗാവസ്ഥകളിൽ ചിലപ്പോൾ അങ്ങനെ വീട്ടിൽ തന്നെ കഷായം വെച്ചു കുടിക്കാൻ പറയാറുണ്ട് രോഗികളോട്. അതിന് ഭയങ്കര ഗുണമാണ്. പെട്ടെന്ന് തന്നെ ഇതൊരു ബോട്ടിൽ കഷായം ഒരു 4 മാസം കുടിക്കേണ്ടത് ഇതൊരു 4 ആഴ്ച കൊണ്ട് തന്നെ ഗുണം കിട്ടാറുണ്ട്. റെഡിമെയ്ഡ് ആഹാരത്തിന് എങ്ങനെയാണോ ഡിമാൻഡ് ഉണ്ടായത് അതുപോലെയാണ് ഇതും. ആളുകൾക്ക് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഇപ്പോൾ മടിയാണ്. കാരണം ഭക്ഷണം തന്നെ ഉണ്ടാക്കാൻ മടിയുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടിയാൽ സൗകര്യം എന്നുള്ള ഒരു രീതിയായി. റെഡിമെയ്ഡ് കഷായങ്ങളിൽ കൂടുതൽ കാലം ഇരിക്കാൻ വേണ്ടി ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ചേർക്കാറുണ്ട്. ആഹാര സാധനങ്ങൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് റെഡി ടു കുക്ക് ഫോമിൽ കഴിക്കുന്നതാണോ നമ്മൾ ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണോ നല്ലത്?
അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ഉണ്ടാക്കി കഴിക്കുന്ന കഷായവും റെഡിമെയ്ഡ് കഷായം തമ്മിലുള്ള വ്യത്യാസവും. അതല്ലാതെ കഷായങ്ങൾ പോലുള്ള മരുന്നുകൾ കുടിച്ചാൽ കിഡ്നിയും ലിവറും ഒക്കെ പോകുമെന്നുള്ളത് വെറും തെറ്റായ പ്രചാരണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നിരവധി അലോപ്പതി മരുന്നുകളുടെ ഉപയോഗം കാലക്രമേണ ഈ അവയവങ്ങളെ ബാധിക്കുന്നില്ലേ? ആഹാര സാധനങ്ങളിൽ ചേരുന്ന വിഷപദാർത്ഥങ്ങൾ അതും നമ്മുടെ ശരീരത്തിന് ഹാനികരമാവുന്നില്ലേ? അതിലും വലിയ അപകടമൊന്നും ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് വരാനില്ല. കറുത്തിരിക്കുന്നത് കൊണ്ട് കഷായങ്ങളെല്ലാം കയ്പ് രസമാണ് എന്ന തെറ്റിദ്ധാരണയും വേണ്ട. ചേരുന്ന മരുന്നുകൾക്കനുസരിച്ച് കഷായത്തിൻ്റെ രസവും മാറും. അത് ക്രൂഡ് എക്സ്ട്രാക്റ്റ് ആയതുകൊണ്ടാണ് അത് കറുത്തിരിക്കുന്നത്. മുന്തിരിങ്ങ പോലുള്ള മരുന്നുകളാണ് കഷായത്തിൽ പ്രധാനമായും ഉള്ളതെങ്കിൽ അതിന് മധുര രസമുണ്ടാവും. നെല്ലിക്ക ആണെങ്കിൽ പുളി രസമുണ്ടാവും. വേപ്പിൻ തൊലിയാണെങ്കിൽ കയ്പ് രസമുണ്ടാവും. അങ്ങനെ രസവും മാറി മാറി വരും. ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ വെവ്വേറെ ഓരോ രോഗാവസ്ഥകളിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് വൈദ്യൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗത്തിന് പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാവും. അപ്പോൾ അത്രയുമാണ് കഷായത്തെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.